ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 56-ാമത്തെ ശ്ലോകമാണ്. അനുഭൂതോപ്യയം ലോകോ വ്യവഹാരക്ഷമോപി സൻ അസദ്രൂപോ യഥാ സ്വപ്നഃ ഉത്തരക്ഷണബാധതഃ. അതാണ് നോക്കിയത്. അതിനെ കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആചാര്യസ്വാമികൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒന്ന്, അന്യഥാസിദ്ധഃ എന്നുള്ളത്. അതിനൊരു ഉദാഹരണം പറഞ്ഞത്, കളിമൺ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, കളിമണ്ണും ഉപയോഗിച്ച് അയാളുടെ ബുദ്ധിയും ഉപയോഗിച്ച് കളിമൺ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു കഴുത അപ്പുറത്ത് ചുമ്മാ നിൽക്കുന്നു. വേറൊരു സ്ഥലത്ത് ഒരാള് കളിമൺ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അവിടെ കഴുതയില്ല. അപ്പോ ഒരു കുട്ടി ചോദിക്കുന്നു, ഈ കളിമൺ പാത്രം ഉണ്ടാക്കാൻ ഈ കഴുത അത്യാവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അല്ല, അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, അതങ്ങനെ ഇവിടെ വെറുതെ നിൽക്കണമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു, അങ്ങനെ ഇതിലൊന്നും ബന്ധപ്പെടാതെ അവിടെ നിൽക്കുന്ന ആ ഒരവസ്ഥയ്ക്ക് അന്യഥാസിദ്ധ എന്ന് പറഞ്ഞു. അപ്പോ നമ്മള് ലോകത്തെ കാണുന്ന അങ്ങനെ ആയിരിക്കണം എന്നൊരു ഉപദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതോടെ നിർത്തിയത്. പിന്നെ വ്യവഹാരക്ഷമ എന്ന് പറഞ്ഞു. എന്താണെങ്കിലും സംസാരത്തില് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, സംഹാരത്തില് പ്രപഞ്ചത്തില് എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുന്ന സമയം അതിന് വ്യവഹാരക്ഷമ. അപ്പോ ഈ മോക്ഷം അസാധ്യമായിട്ടൊരു സമയമുണ്ട്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവഹാരക്ഷമത്തിൽ മാത്രം ഇരുന്നു കൊണ്ടിരുന്നാൽ ഒരിക്കലൊരു മോക്ഷത്തിലേക്ക് എത്താൻ പറ്റില്ല. അന്യഥാസിദ്ധ, അതായത് ഒരാള് നമ്മളെ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ അത് ബാധിക്കുന്നേ ഇല്ല. നമ്മൾ അതിനെക്കുറിച്ച് ലീസ്റ്റ് ബോധേഡാണ്. നമ്മൾ അവനവനിൽ ഇരിക്കുന്നു. അതിന് ഒരു വാക്ക് നമ്മൾ പറഞ്ഞു, സ്വമഹിംനി എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു. അവനവന്റെ ആ അസ്തിത്വത്തിൽ, എക്സിസ്റ്റൻസിൽ സന്തോഷമായിട്ട് ഇരിക്കുക. ഞാനുണ്ട്, ഞാൻ എന്നുള്ളതില് സംതൃപ്തമായിട്ടിരിക്കുക. മറ്റേതെങ്ങനെയാ? നമ്മളെപ്പോഴും നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാണ് നമ്മളെപ്പോഴും ഉള്ള വിചാരം. ഇനി അതിൽ തന്നെ രണ്ടു തരവും വരും. ചിലര് നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അതൊരു സന്തോഷം തരും, ചിലര് ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമാവില്ല. പിന്നെന്താണ്? നമ്മളെ ആരെങ്കിലും ഒന്ന് പുകഴ്ത്തിയാൽ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും, നമ്മളെ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതെല്ലാം നമ്മൾ പുറത്തു നിന്ന് നമ്മളെ മറ്റുള്ളവർ ദർശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. അത് വലിയ അബദ്ധമല്ലേ? എന്താ വെച്ചാൽ ഇത് മാറിക്കൊണ്ടേയിരിക്കും, ഇല്ലേ? നമ്മൾ കൊച്ചുനാളിലെ തൊട്ട് ആലോചിച്ച് നോക്കുക. അന്ന് മുതൽ അത് വളരെ രസമായിട്ട് പറയുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയാണ് ഈ സ്വഭാവം ഉടലെടുക്കുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അത് ആചാര്യസ്വാമി പറഞ്ഞ ശേഷം നമ്മളൊന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും. തീരെ കുഞ്ഞ് ആയിരിക്കുന്ന സമയത്ത് അവര് കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആനന്ദ് ശിവ എന്നില്ല കേട്ടോ, ഓക്കെ തരാം. തീരെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ നമ്മള് കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവര് കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ അവര് ആ കളിയിൽ തന്നെ പല പ്രത്യേകതകളും കാണിച്ചോളും. അപ്പൊ നമ്മൾ കൊള്ളാലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഒരേ കാര്യം തന്നെ വീണ്ടും 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 ചെയ്യും. അപ്പൊ ഒരു പ്രശംസയെ ഇഷ്ടപ്പെടുന്ന അവിടന്നേ തുടങ്ങുക. തീരെ കുഞ്ഞിലെ തൊട്ട് തന്നെ ആ പ്രശംസയെ ഇഷ്ടപ്പെടൽ, നമ്മളെ ആരെങ്കിലും അഭിനന്ദിക്കുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടൽ, അതുണ്ടാവും. കൊച്ചിലെ തൊട്ടേ വരുന്നതിനൊക്കെ വളരുന്ന കുട്ടികളില് അവരെന്ത് ചെയ്യുമ്പോഴും ആരെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നവർ നോക്കും. തീരെ കുഞ്ഞായിരിക്കും, ആ വളരുന്നൊരു വളർച്ചയിലുള്ളൊരു സംഭവം. എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കും. ശ്രദ്ധിച്ച് അതിനെ ഒന്ന് എൻകറേജ് ചെയ്താൽ ഭയങ്കര താല്പര്യമായിരിക്കും.
അങ്ങനെയാണല്ലോ നമ്മൾ കുട്ടികളെ വളർത്തുന്നത്, അല്ലേ? അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നല്ല നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ അവർ അതേ തന്നെ ആ കളിയിൽ തന്നെ കുറെ നേരം ഇരിക്കും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം, അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ സാധാരണ എല്ലാ വീടുകളിലും നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ അതിൽ കടന്നു വന്നവരാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുമുണ്ട് ഈ ആരെങ്കിലും ഒന്ന് പ്രശംസിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ സുഖമാണ്, നല്ല സുഖമാണ് പ്രശംസ കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെയൊക്കെ ഇരുന്നാൽ ആ മോക്ഷ പദവിയിലേക്കൊന്നും എത്താൻ പറ്റില്ല. ഈ പ്രശംസയെ കൂടെയുള്ള സന്തോഷവും നമ്മളെ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താലുള്ള സങ്കടവും ഇതെല്ലാം വന്നാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തില്ല. കാരണം അപ്പൊ അതെല്ലാം നമ്മുടെ ശരിക്കും നമ്മൾ നോക്കൂ, നമ്മുടെ ശരീരത്തെ ബന്ധിപ്പിച്ചല്ലേ ഇതെല്ലാം നടക്കുന്നത്. എല്ലാം നടക്കുന്നത് ശരീരത്തെ ബന്ധിപ്പിച്ചാണ്. ഈ ശരീരം ആരാണ്, എന്താണ് പേര്, ആരുടെ മകനാണ്, എവിടത്തെ ആളാണ്, ഏത് ദേശക്കാരനാണ്, എവിടെയാണ് പഠിച്ചത്, എന്താണ് ഡിഗ്രി, ഇതെല്ലാം ആശ്രയിച്ചാണല്ലോ ഈ നിന്ദയും ഈ പ്രശംസയും ഒക്കെ നടക്കുന്നത്. അതിനാണ് എന്തെല്ലാം പഠിച്ചു, എന്തെല്ലാം പഠിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള നോട്ടം കൊണ്ടാണ് മൊത്തം വരുന്നത്. എല്ലാം ഈ പറഞ്ഞ വ്യവഹാരക്ഷമത്തിൽപ്പെട്ട കാര്യങ്ങളിൽ വെച്ചാണ് മൊത്തം വരുന്നത്. അപ്പോ അതല്ല നമ്മൾ, ഇതൊക്കെ ഈ ശരീരത്തെ ബാധിക്കുന്നതാ. ഈ ശരീരത്തെ ബാധിക്കും, വരും പോവും, ഈ ശരീരം പോവുമല്ലോ, പിന്നെ ഇതിനെ ബാധിക്കുന്ന കാര്യം നമ്മൾ എന്തിനാ ബാധിക്കുന്നത്? അപ്പൊ അതിനെ മനസ്സിനകത്തേക്ക് എടുത്തേക്കരുത്. എന്താ വെച്ചാൽ ആദ്യം നമ്മള് ഒരു മരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് ഈ സ്ഥൂല ശരീരമാണ്. സ്ഥൂല ശരീരമാണ് ഫസ്റ്റ് ഇല്ലാണ്ടാവുന്നത്. പിന്നീട് സൂക്ഷ്മ ശരീരം അവിടെ നിലനിൽക്കും. ചിതയിൽ വെച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചിട്ടാണെങ്കിലും ആ സംസ്കാര ചടങ്ങുകൾ കഴിയുമ്പോൾ സൂക്ഷ്മ ശരീരം നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകം പറയുന്നുണ്ട് ഗരുഡ പുരാണത്തിൽ, സൂക്ഷ്മ ശരീരം അവിടെ നിലനിൽക്കും. ആ സൂക്ഷ്മ ശരീരം അതിൻ്റെ ശരിയായിട്ടുള്ള ഗരുഡ പുരാണ പ്രകാരം യമലോകത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് 13ാമത്തെ ദിവസമാണെന്നാണ് പറയുന്നത്. ഗരുഡ പുരാണം പറയുന്നതാണത്. ആ 13 ദിവസവും ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് 13ാമത്തെ ദിവസം മാത്രമേ ഈ ജീവൻ, ആത്മാ എന്നവിടെ പറയാൻ മേല, ഈ ജീവൻ അവിടെ നിന്ന് അടുത്ത പ്രയാണം തുടങ്ങുന്നത്. ഈ സ്ഥൂല ശരീരം വിട്ടു, സ്ഥൂല ശരീരം നശിച്ചു. അപ്പൊ അതിനകത്ത് കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വലിയൊരു സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുണ്ടായി. അതിനകത്ത് ഈ ഗരുഡ പുരാണത്തെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ സംഘം. അപ്പോ ആദ്യത്തെ ആ ചിതയിൽ വെച്ച് കഴിഞ്ഞ്, ചിതയുടെ അവര് കുഴിച്ചിടുന്ന കാര്യമല്ല പറഞ്ഞു, ചിതയുടെ കാര്യമാണ്. ചിതയിൽ വെച്ച് ഇത് ദഹിപ്പിച്ച് കഴിയുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട ആ സൂക്ഷ്മ ശരീരം 1 മണിക്കൂർ നേരത്തേക്ക് വളരെ അധികം പ്രാവശ്യം ഈ ശരീരത്തിലേക്ക് തന്നെ എനിക്ക് പ്രവേശിക്കണം എന്നുള്ള മാനസികാവസ്ഥയിലായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു അവയവം അങ്ങനെ ദഹിക്കും തോറും ആ ഓരോന്നിലേക്കും, ദഹിക്കാതിരിക്കുന്ന ഓരോന്നിലേക്കും എനിക്ക് കടക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന പറയുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് ശരീരത്തിലേക്ക് വീണ്ടും ചെല്ലാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത്. ആ സമയം ഈശ്വരൻ അങ്ങനെ പൂർണ്ണമായിട്ട് ആ ശരീരം കത്തിക്കഴിയുമ്പോഴത്തേക്കും ആ സമയം ഒരു മനസ്സിൽ ഭഗവാൻ ഒരു കാര്യം കാണിച്ചു കൊടുക്കും. അയാളുടെ ഈ ജന്മത്തിലെ എല്ലാ പ്രവൃത്തികളെയും ഒരു സിനിമ കാണുന്ന പോലെ പെട്ടെന്ന് കടന്നു പോകുന്ന പറയും. അതിനകത്ത് ധർമ്മവും അധർമ്മവുമായ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഈ സൂക്ഷ്മ ശരീരം പശ്ചാത്തപിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള മനസ്സുള്ളവര്, ഇത് ചെയ്ത തെറ്റുകളെ തിരിച്ചറിയുന്നവര്, അല്ലാത്തവർക്കൊന്നുമില്ല. അങ്ങനെ ഒരു സമയം കഴിയും. അതിനുശേഷം ആ സൂക്ഷ്മ ശരീരം സങ്കടപ്പെടുന്ന പറയുന്നത്. എല്ലാവരും തിരിച്ചു പോകുന്നു. ആദ്യം ശ്മശാനത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഏറ്റവും അകന്ന ബന്ധുക്കള്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഏറ്റവും അടുത്തവർ അവസാനം പോകും. അപ്പോഴും വിഷമിക്കുകയാണ്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, എല്ലാവരും പോയല്ലോ, എന്നെ ഈ ശ്മശാനത്തിൽ തനിച്ചാക്കിയിട്ട് പോയല്ലോ എന്ന് വിഷമിക്കുന്ന പറയുന്നത്. പിന്നീട് ഇത് ഗൃഹത്തിലേക്ക് ചെല്ലും. ഓരോ ദിവസവും കർമ്മം ചെയ്യുന്തോറും ഇത് ഈ സൂക്ഷ്മ ശരീരം അവനവന്റെ ഗൃഹത്തിൽ ചെല്ലും, ബന്ധുക്കളുടെ അടുത്ത് ചെല്ലും, അവിടെ കാണും, അവിടെ ഉണ്ടാവും, അവന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. അപ്പോഴാണ് ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം കൊണ്ടുള്ള തർപ്പണവും പിന്നെ എള്ള് മുതലായവ കൊണ്ടുള്ള അന്നം പിണ്ഡവും കൊടുക്കുമ്പോഴാണ് അവരുടെ വിശപ്പും ദാഹവും സൂക്ഷ്മ രൂപത്തിൽ മാറുന്നത്. നമ്മൾ കൊടുക്കുന്നത് സ്ഥൂല രൂപത്തിൽ വെച്ചുകൊണ്ട് മന്ത്രം പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ സൂക്ഷ്മ അംശമാണ് ഇവർക്ക് കിട്ടുന്നത്. എങ്ങനെയാണോ അമ്പലത്തിൽ
സ്ഥൂലമായ പായസവും മറ്റു നൈവേദ്യങ്ങളും പലപ്പോഴും എല്ലാം സ്ഥൂലമല്ലേ അവിടെ നൈവേദ്യിക്കുന്നത്. എല്ലാം നൈവേദ്യിക്കുന്ന അമ്പലങ്ങളിലെല്ലാം സ്ഥൂലമാണ് നൈവേദ്യിക്കുന്നത്. കട്ടിയായിട്ടുള്ള എല്ലാം കാണാവുന്നതാണല്ലോ, പഴവും മറ്റ് പായസം എന്തൊക്കെ ആവട്ടെ എല്ലാം സ്ഥൂലമാണ് നിവേദിക്കുന്നത്. സ്ഥൂലം നിവേദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാൻ അത് കിട്ടുന്നത്? നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അപ്പൊ എങ്ങനെയാ ഭഗവാൻ ഇത് കിട്ടുന്നത്? സ്ഥൂലം കഴിച്ചു കഴിഞ്ഞാൽ അതിന് വിസർജ്യം ഉണ്ടാവും, നിർബന്ധം. അപ്പൊ നമ്മളൊക്കെ സ്ഥൂലമായിട്ടുള്ള കഴിക്കുന്നവരാണ്, നമുക്ക് വിസർജിച്ചേ പറ്റുള്ളൂ. അതിന്റെ ബാക്കി പോഷകാംശമൊക്കെ ശരീരത്തിൽ കെട്ടിയ ശേഷം ബാക്കി വിസർജിച്ചു പോകും. അമ്പലത്തിൽ അത് പറ്റുമോ? ഭഗവാൻ കഴിച്ചു കഴിഞ്ഞാൽ സ്ഥൂലം കഴിച്ചാൽ വിസർജിക്കേണ്ടി വരും. അപ്പോ അതല്ല അവിടുത്തെ സങ്കല്പം സൂക്ഷ്മ സങ്കല്പമാണ്. അപ്പോ നിവേദ്യം കഴിക്കുമ്പോൾ അതിന്റെ സൂക്ഷ്മാംശം, സൂക്ഷ്മ ശരീരമായിട്ടുള്ള ആ ദേവതാ സങ്കല്പത്തിലേക്ക് അത് പ്രവേശിക്കും. ദേവതയുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കും. അങ്ങനെയാണ് നിവേദ്യം ഈശ്വരന് സമർപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്ഥൂല ശരീരം വിട്ടുകഴിഞ്ഞാലുള്ള ജീവന്റെ സ്ഥിതി. അതുകൊണ്ടാണ് ബലിതർപ്പണങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നത്. അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാവും. നമ്മളുടെ ഒരു വർഷം അവരുടെ ഒരു ദിവസമാണെന്നാണ് പറയുന്നത്. നമ്മളുടെ ഒരു വർഷം അവർക്കൊരു ദിവസം. അതുകൊണ്ടാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം ബലി എന്നുള്ളതൊക്കെ വന്നത്. ഇതിനകത്ത് കുറെ പല പല മാറ്റങ്ങളും ഉണ്ട്. പക്ഷെ ഗരുഡ പുരാണത്തിൽ സാമാന്യ നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതാണ്. അവിടുത്തെ ദേവലോകത്തിലെ പിതൃലോകത്തിലെ ഒരു ദിവസം ആണ് നമ്മുടെ ഒരു വർഷം. അപ്പോ ഈ ഒരു ബലി കൊടുക്കുന്ന സമയത്ത് ശരിയായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ വെള്ളവും ഈ അന്നവും കൊടുത്താൽ അവർക്ക് അവരുടെ വിശപ്പ് മാറും. പിന്നെ അവരുടെ യാത്രയാണ്. 13ാമത്തെ ദിവസം അവരുടെ യാത്രകൾ തുടങ്ങും. അപ്പൊ അതിന് കുറെ കർമ്മങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഗരുഡ പുരാണത്തിൽ പറയുന്നത് ഒരുപാട് വഴികൾ ഇവർക്ക് കടന്നു പോകാനുണ്ട്. അത് അവരവരുടെ കർമ്മം അനുസരിച്ച് നല്ല വഴിയുമാകാം, ചീത്ത വഴിയുമാകാം. ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ കല്ലും മുള്ളും കാലുക്കും എത്ത എന്നൊക്കെ പറഞ്ഞു പോകുന്ന പോലെ ഒരുപാട് വഴികളെ കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് ദുരിതങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം അനുഭവിക്കുന്നത് അധർമ്മികളായിട്ടുള്ളവരാണ്. ധർമ്മമായിട്ടുള്ളവർക്ക് ഇതൊന്നും അവരെ ബാധിക്കില്ല. കാലിക്ക് മെത്ത എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞ സ്വാമിയെ വിചാരിച്ചു പോകുമ്പോൾ വേദന അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് അവിടെ ഒന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അവർ നേരെ യമലോകത്ത് എത്തും. യമലോകത്തെത്തിയ ശേഷമാണ് ചിത്രഗുപ്തൻ നമ്മുടെ കണക്ക് പരിശോധിക്കുക. നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ച്, എന്തൊക്കെയാണ് നമുക്ക് ഇനി കിട്ടാനുള്ളത്, പോകാനുള്ളത്, വരാനുള്ളത്, കൊടുക്കാനുള്ളത് എന്നൊക്കെ നോക്കുന്നത്. ആ കണക്ക് നോക്കിയിട്ടാണ് ദേവലോകത്തേക്ക് വിടണോ പിതൃലോകത്തേക്ക് വിടണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ പുണ്യം മാത്രം, ധാരാളം പുണ്യം മാത്രം ചെയ്തിട്ടുള്ള ഒരു ജീവനാണെങ്കിൽ ആ ജീവനെ ദേവലോകത്തേക്ക് വിടും. അപ്പൊ അവിടെ പോയിട്ട് പുണ്യം ചെയ്തതിന്റെ മുഴുവൻ സുഖം അനുഭവിച്ച് അത് തീരുമ്പോ തിരിച്ചു ഭൂമിയിലേക്ക് വരും. അതേപോലെ പിതൃലോകത്തിലേക്ക് പോകുന്നു. അപ്പോ പാപവും പുണ്യവും ഒക്കെ ഏതാണ്ട് ഒരേപോലെയൊക്കെ ആണെങ്കിൽ പിതൃലോകത്തിൽ പോയിട്ട് പുണ്യം സുഖമായിട്ട് പിതൃലോകത്തിൽ അനുഭവിക്കും. അവിടെ പാപം അനുഭവിക്കില്ല. പിതൃലോകത്തിൽ പോയി ധാരാളം പുണ്യം അനുഭവിച്ച ശേഷം, സുഖമായിട്ടിരുന്ന ശേഷം വീണ്ടും തിരിച്ച് പാപങ്ങളൊക്കെ അനുഭവിക്കണ്ടേ. അപ്പോ തിരിച്ച് ഭൂമിയിലേക്ക് വീണ്ടും വരും. പ്രാരബ്ധ കർമ്മവുമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പൊ ആ വരുന്ന വഴിയൊക്കെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ജലരൂപത്തില് മേഘത്തിൽ പ്രവേശിച്ച്, മേഘത്തിൽ നിന്ന് മഴയായിട്ട് ഭൂമിയിലേക്ക് പതിച്ച്, ഭൂമിയിൽ വന്ന ശേഷം സസ്യങ്ങളിലും പ്രവേശിച്ച് സസ്യങ്ങളെ ജീവികളെല്ലാം ഭക്ഷിക്കും. നമ്മളും സസ്യങ്ങളിൽ നിന്ന് സസ്യഭക്ഷണം കഴിക്കുന്നവരെ നമ്മൾ ധാന്യങ്ങൾ ഇതൊക്കെ കഴിക്കും. അങ്ങനെ ആ ഭക്ഷണത്തിൽ കൂടി മനുഷ്യ ശരീരത്തിലേക്ക് ഈ ജീവൻ പ്രവേശിക്കും. പിന്നീട് സംഭോഗത്തിൽ കൂടി സ്ത്രീ യോനിയിൽ ഇത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അവിടെ നിന്ന് വളർന്ന് അങ്ങനെ ആ ഒരു ക്രമമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ്? മനസ്സിലാണ് ഇതിന്റെ സംഗതികൾ മുഴുവൻ കയറുന്നത്. അപ്പൊ ഈ മനസ്സ് വ്യവഹാരക്ഷമമായിരുന്നാൽ ഈ ചക്രത്തിൽ തന്നെ പെട്ടോണ്ടിരിക്കും, അവിടെ നിന്ന് പോകത്തില്ല. നേരെ മറിച്ച് അന്യതാസിദ്ധനാണെങ്കിൽ ഇതൊന്നും ബാധിക്കത്തില്ല, ഈ സംഗതിയേ ഉണ്ടാവില്ല. യമലോകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് യമലോകത്ത് പോവില്ല, വിഷ്ണു ലോകത്തിലേക്കാണ് നേരെ പോവുക. യമൻ വന്നാൽ യമൻ എടുക്കുക. അതൊക്കെ ഭാഗവതത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ആരെയാണ് യമൻ കൊണ്ടുപോകുന്നത്, ആരെയാണ് വിഷ്ണു കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ ധാരാളം കഥകളുണ്ട്. അതിപ്പോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോ ആ ഒരു മനസ്സാണ് അവിടെ വരുന്നത്. സൂക്ഷ്മ ശരീരം ഇല്ലാതെ കണ്ടാകും. സൂക്ഷ്മ ശരീരം ഉണ്ടാകുന്ന എപ്പോഴാ? മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഈ കാര്യങ്ങൾ എപ്പോഴാ അവിടെ ഉണ്ടാകുന്നത്? അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുള്ളപ്പോഴാ, അല്ലെങ്കിൽ ഇല്ല. അതിനകത്ത് ഒന്നുമില്ലെങ്കിൽ പിന്നെ മനസ്സില്ലല്ലോ. മനസ്സില്ലെങ്കിൽ പിന്നെ അവിടെ ചിത്തവുമില്ല, അഹങ്കാരമില്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. അതുകൊണ്ടാണ് സാധനയില് ഇങ്ങനെ വേണം. ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് എടുക്കരുത് എന്ന് പറയുന്നു. ചീത്ത പറഞ്ഞാലും മനസ്സിലേക്ക് എടുക്കരുത്,
വഴക്ക് പറഞ്ഞാലും മനസ്സിലേക്ക് എടുക്കരുത്, പ്രശംസിച്ചാലും മനസ്സിലേക്ക് എടുക്കരുത്, അന്യതാസിദ്ധനായിട്ടിരുന്നോണം എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പോ ഈ പ്രപഞ്ചം, ജഗത്ത് ഈ രണ്ട് തന്മയോടുകൂടിയതാണ്. ഒന്ന്, പ്രപഞ്ചം വ്യവഹാരക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത കൂടെ അതിനകത്ത് പറയുന്നു. ഓരോ വസ്തുവും എന്തെങ്കിലും പ്രയോജനത്തെ നമുക്ക് തരും. നമ്മൾ നമ്മുടെ മുമ്പിൽ നോക്കുക, പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും നോക്കുക. നോക്കുമ്പോൾ ഓരോ വസ്തുവും നമുക്ക് എന്തെങ്കിലും പ്രയോജനത്തെ തരും, ഒരു അനുഭവം തരും. ഏത് വസ്തുവും നമുക്കൊരു അനുഭവം തരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ ആ അനുഭവമാണ് നമ്മളെ, ഇല്ലേ, നമ്മളിപ്പോ പറയണത് എന്താണ്? അനുഭവമുണ്ട്, സത്യമാണ്, അത് സത്യമാണ്, ഞാൻ അനുഭവിച്ചു, സത്യമാണ്, എനിക്കറിയാലോ, ഞാൻ അനുഭവിച്ച ആളല്ലേ എന്ന് നമ്മൾ പല കാര്യങ്ങളിലും ഉറപ്പിച്ചു പറയും. അപ്പൊ അനുഭവം സത്യം എന്ന് നമ്മുടെ ഉള്ളില് ജന്മജന്മാന്തരങ്ങളായിട്ട് ഉറച്ചിരിക്കുന്നു. അനുഭവം സത്യം, അനുഭവം സത്യം, അനുഭവം സത്യം, ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ നിന്ന് നമ്മളെ ഒന്ന് മാറ്റണമെങ്കിൽ എളുപ്പമല്ല, മാറിയില്ലെങ്കിൽ മോക്ഷം കിട്ടത്തില്ല. അപ്പോ അനുഭവം സത്യം എന്ന് പറയുമ്പോൾ അയാൾ വ്യവഹാരക്ഷമയാണ്, അതോടൊന്ന് മാറിയിട്ട് അന്യതാസിദ്ധനാണ്. അപ്പോ ജാഗ്രത് പ്രപഞ്ചം, ഇല്ലേ, നമ്മൾ ജാഗ്രത സ്വപ്ന സുഷുപ്തിയില് നമ്മള് മാക്സിമം സമയം എവിടെ ഇരിക്കുന്നത്? ജാഗ്രത് പ്രപഞ്ചം, ഇതിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാഗ്രത് പ്രപഞ്ചത്തില് ഇത് രണ്ട് തന്മ അവിടെയുണ്ട്. ഒന്ന് അനുഭവ വിഷയ, അനുഭവത്തിനുള്ളൊരു വിഷയം അവിടെ ഉണ്ടാവും. ജാഗ്രത് പ്രപഞ്ചത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുക, ജാഗ്രത് പ്രപഞ്ചം, ജാഗ്രത് പ്രപഞ്ചത്തില് ഒരു അനുഭവ വിഷയം ഉണ്ടായിരിക്കും. പിന്നെയോ എന്തെങ്കിലും പ്രയോജനം ആ അനുഭവ വിഷയം തരികയും ചെയ്യും. ഒരു യൂട്ടിലിറ്റി ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും ആ വസ്തുവിനൊരു യൂട്ടിലിറ്റി ഉണ്ട്. അനുഭവ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടാവും, അതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും, യൂട്ടിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ചേഞ്ച് നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഏതിന്? ഈ വസ്തുവിന്. നമ്മളെ കാണുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ വക ഒന്നിലെ പ്രയോജനം അല്ലെങ്കിൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും ഈ വസ്തുക്കൾക്കൊക്കെ. ഇത് ജാഗ്രത് പ്രപഞ്ചത്തിന്റെ പ്രത്യേകതയാണ്. ആയതിനാൽ നാം ലോകം സത്യം എന്ന് തീരുമാനിക്കുന്നു, അല്ലെ? ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ലോകം സത്യം എന്ന് തീരുമാനിക്കണം. പിന്നെ എനിക്ക് പ്രയോജനം ഉണ്ടല്ലോ, ഇന്ന കാര്യങ്ങളും കൊണ്ട് ഇന്ന പ്രയോജനം ഉണ്ടായല്ലോ, എന്റെ മനസ്സിൽ ഇന്ന വികാരം ഉണ്ടായല്ലോ, ഇന്ന മാറ്റം ഉണ്ടായല്ലോ, അതുകൊണ്ട് അതുള്ളതാണ്, സത്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആചാര്യസ്വാമികൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ജഗത്ത്, ജാഗ്രത് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപരോക്ഷാനുഭൂതിയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം. നേരത്തെ പറഞ്ഞു, ജഗത് മിഥ്യ എന്നുള്ളത് ഉറയ്ക്കുന്നതിനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബ്രഹ്മസത്യം ഉറയ്ക്കാൻ അത്രയും ബുദ്ധിമുട്ടില്ല എന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. നാരായണ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങൾ ഒരുപാട് പറയും. എന്നിട്ട് പറയും, അത് നോക്കൂ, അത് മിഥ്യയല്ലേ. അതുപോലെ തന്നെയാണ് ഇനി പറയാൻ പോകുന്ന മിഥ്യകൾ എന്ന് പറയും. അപ്പോ ലോകം സത്യം എന്ന് തീരുമാനിക്കുന്നു. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ആചാര്യസ്വാമികൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും, ഏതാണ്? അനുഭവ വിഷയ എന്നുള്ളതും പ്രയോജനം എന്നുള്ളത് ഉണ്ടെങ്കിലും, ഇത് രണ്ടും കൂടെ ഉണ്ട് എങ്കിലും ജാഗ്രത് പ്രപഞ്ചം മിഥ്യ എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട്. ഒരു വസ്തുവിനെ കാണിച്ചിട്ട് അതില് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉണ്ട്, കൂടാതെ മൂന്നാമതായി മിഥ്യ എന്നൊന്നുകൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണ്. ഓരോ കാര്യത്തിന് ഓരോന്നിലും ഈ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. എന്ത്? അനുഭവ വിഷയമാണ്, പിന്നെയോ എന്തെങ്കിലും യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ചേഞ്ച് അത് ചെയ്യും. മാത്രമല്ല ആചാര്യസ്വാമി പറയുന്നു മൂന്നാമതായിട്ട് ഇത് മിഥ്യയാണ് എന്നും കൂടെ പറയും. മിഥ്യ എന്നൊരു കാര്യം കൂടെ അതിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാം. ജാഗ്രത്തിലെ വസ്തുവില് രണ്ട് കാര്യങ്ങളുമുണ്ട്, അത് സത്യമാണ് എന്ന് പറയുന്നു. ഞാനും ഒരു വസ്തുവിനെ കാണിക്കാം, അതില് രണ്ട് കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് മിഥ്യയാണ്. ഇങ്ങനെയാണ് ആചാര്യസ്വാമി പറഞ്ഞു തരുന്നത്. നമ്മൾ ആചാര്യസ്വാമിയോട് പറയുന്നത് എന്താണ്? ജാഗ്രത പ്രപഞ്ചത്തില് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുമുണ്ട്, അതുകൊണ്ട് അത് സത്യമാണ്, അനുഭവ വിഷയമായ വസ്തുവാണ്. പിന്നെ അതെന്തെങ്കിലും പ്രയോജനം തരുന്നുണ്ട്, അതുകൊണ്ടൊരു ഉപയോഗമുണ്ട്, അതൊരു ഇമോഷണൽ ചേഞ്ച് തരുന്നുണ്ട്, അതുകൊണ്ട് അത് സത്യമാണ് ആചാര്യസ്വാമികളെ എന്ന് നമ്മൾ പറയുന്നു. ആചാര്യസ്വാമി മറുപടി പറയുന്നു, അതിൽ രണ്ടുമുണ്ട്, സമ്മതിക്കുന്നു, പക്ഷേ അത് മിഥ്യയാണ്. അത് ഞാൻ മനസ്സിലാക്കി തരാം, പല പല ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് വളരെ ഭംഗിയായിട്ട് ആചാര്യസ്വാമിയോടെ പറയുന്നു. അപ്പോ അത് ഇവിടെ ആ ശ്ലോകത്തിൽ എന്താ പറഞ്ഞേ? അനുഭൂതോപ്യയം ലോകോ
വ്യവഹാരക്ഷമോപി സൻ അസദ്രൂപോ യഥാ സ്വപ്നഃ ഉത്തരക്ഷണബാധതഃ എന്ന് പറഞ്ഞു. അയം ലോകഃ. അപ്പൊ ഈ ശ്ലോകത്തിന്റെ സാരാംശം നോക്കണം. എന്താണ് ഈ ശ്ലോകത്തിന്റെ സാരാംശം? അയം ലോകഃ, ഈ ലോകം, അതായത് നാം അനുഭവിച്ച് സത്യമെന്ന് വിചാരിക്കുന്ന ഈ ലോകം, ലോക്യതേ ഇതി ലോകഃ, ലോകത്തിന് പറയണത് അതിനാണ് ലോക്യതേ ഇതി ലോകഃ എന്ന് പറയും സംസ്കൃതത്തിൽ. അനുഭവിക്കപ്പെടുന്നതിനെയാണ് ലോകം എന്ന് പറയുന്നത്, അനുഭവത്തിൽ വരുന്നതിനെയാണ് ലോകം എന്ന് പറയുന്നത്. അപ്പൊ ചിലര് കാണാത്തതിനെ മിഥ്യ എന്ന് പറയുന്നത് കൊണ്ട് ചിലര് പറയും അപ്പോ സ്വർഗവും നരകമൊക്കെ മിഥ്യയല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പോട്ടെ, അതെന്തെങ്കിലും ആവട്ടെ, ഒന്നും നോക്കണ്ട. അനുഭൂത അഭി, ഇപ്പോ അനുഭവവേദ്യമാണ് എങ്കിലും അനുഭൂതോ അപി അയം, അനുഭൂതോപ്യയം എന്ന് പറഞ്ഞല്ലോ. അനുഭൂത അപി, അനുഭവവേദ്യമാണ് എങ്കിലും, അനുഭവവേദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നതിനാലാണ്. നമ്മൾ ഓരോന്നും അനുഭവിക്കുന്നു. ദേ വെള്ളം ഞാൻ ദേ കുടിച്ചു, അനുഭവിക്കുന്നു. ദേ മരം കാണുന്നു, ഞാൻ അനുഭവിക്കുന്നു. പഴം കിട്ടുന്നു, ഞാൻ അനുഭവിക്കുന്നു. എല്ലാത്തിലും അനുഭവമുണ്ട് നമുക്ക്. മഴ പെയ്യുന്നു, അതിന്റെ തണുപ്പ് അനുഭവിക്കുന്നു, ചൂട് അനുഭവിക്കുന്നു, വെയിൽ വരുന്നു, ചൂടനുഭവം, എല്ലാത്തിലും അനുഭവമുണ്ട് നമുക്ക്. ആ അനുഭവം ഉള്ളത് കൊണ്ട് നമ്മളിത് സത്യം എന്ന് പറയുന്നു, അനുഭവവേദ്യം എന്ന് പറയുന്നു. ഓരോ വസ്തുവിനെയും നമ്മൾ അനുഭവവേദ്യം എന്ന് പറയാം. ഇനി വ്യവഹാരക്ഷമ അപി സൻ, ഈ ലോകം വ്യവഹാരക്ഷമമായിരിക്കുമ്പോഴും പ്രയോജനത്തോടെ ഇരിക്കുമ്പോഴും ആണ് വ്യവഹാരക്ഷമ അപി സൻ, വ്യവഹാരക്ഷമമായി ഇരിക്കുമ്പോഴും പ്രയോജനത്തോടെ ഇരിക്കുമ്പോഴും അനുഭവത്തിന് അവൈലബിൾ ആയിരിക്കുമ്പോഴും യൂട്ടിലിറ്റി ഉള്ളപ്പോഴും അസത് രൂപ, അത് മിഥ്യാസ്വരൂപമാണ് എന്ന് ഉറപ്പിച്ചു പറയാണ് ആചാര്യസ്വാമികൾ. അങ്ങനെയൊക്കെയാണ്, എന്നാലും അത് മിഥ്യാസ്വരൂപമാണ്. അനുഭൂതോപ്യയം ലോകോ വ്യവഹാരക്ഷമോപി സൻ അസദ്രൂപോ യഥാ സ്വപ്നഃ. അസദ്രൂപമാണ്, അസത് രൂപം, അസത് രൂപ, മിഥ്യാസ്വരൂപമാണ്. അത് വെറും തോന്നൽ മാത്രമാണ്, ഉണ്മയിൽ ഇല്ല, ഉണ്മയിൽ അത് ഇല്ല, മിഥ്യാസ്വരൂപമാണ്. അപ്പോ എളുപ്പമല്ല, ഇത് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമല്ല, മനസ്സിൽ ഉറപ്പിക്കാനും എളുപ്പമല്ല. മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അനുഭവം, പ്രയോജനം, അതിനാൽ നാം സത്യം എന്ന് പറയുന്നു. അനുഭവം പ്രയോജനമാണ്, നമ്മളെ എല്ലാ വസ്തുക്കളും സത്യമാണ്, ജാഗ്രത് പ്രപഞ്ചം സത്യമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നതിന്റെ കാരണം. ഇതിനെ രണ്ടിനെയും നീക്കാൻ വലിയ ജ്ഞാനം വേണമെന്നാണ് പറയുന്നത്. ഈ രണ്ടും എന്താണ്? അനുഭവം, പ്രയോജനം. എപ്പോഴും മനസ്സിലോർക്കുക രണ്ട് കാര്യങ്ങൾ, അനുഭവം, പ്രയോജനം. നമ്മൾ ഒരു വസ്തുവിനെ ഒരു വസ്തുവിനെ കാണാതെ നമുക്ക് അനുഭവവേദ്യമാണ്. അപ്പൊ ആ അനുഭവമുള്ള വസ്തു, പിന്നെന്താണ് അതിന്റെ പ്രയോജനം, ഇത് രണ്ടും ഇവിടെ നിലനിൽക്കും. ഈ നിലനിൽക്കുമ്പോൾ നമ്മൾ ഇത് സത്യമാണ് എന്ന് വിചാരിക്കുന്നു. ഈ അനുഭവവും പ്രയോജനവുമാണ് നമ്മളെ, ഈ പ്രപഞ്ചത്തെ സത്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, കാരണമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിനെ മാറ്റാൻ, ഇത് മിഥ്യയാണ് എന്ന് പറയാൻ വലിയ ജ്ഞാനം വേണം എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. നിസ്സാര ജ്ഞാനമൊന്നും പോരാ, വലിയ ജ്ഞാനം വേണം. അതിനാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മൾ അപരോക്ഷാനുഭൂതി പഠിക്കുന്നത് അതിന് തന്നെയാണ്. ഇനി ഒരുപാട് ശ്ലോകങ്ങളിൽ ഈ ലോകത്തെ മിഥ്യയായി കാണിക്കാനുള്ള കാര്യങ്ങൾ ആചാര്യസ്വാമി പറയുന്ന നിറയെ ശ്ലോകങ്ങളിൽ പറയും. അപ്പൊ നോക്കാം. അപ്പോ അതിന് പറയുന്നത് നല്ല സ്ട്രെങ്ത് വേണം ഇത് മനസ്സിലാക്കാൻ എന്ന് പറയുന്നു. ഇതിനെ നീക്കാൻ, ഒരു കാര്യം ഉൾക്കൊള്ളാൻ വലിയ നീക്കാൻ വലിയ ജ്ഞാനം വേണമെന്നാണ് പറയുന്നത്. ഈ സത്യത്തെ നീക്കാൻ, സത്യം എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ, അസത്യ രൂപമാണ്, പക്ഷെ നമ്മൾ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിനെ നീക്കാൻ എളുപ്പമല്ല എന്ന് പറയുന്നു. ഇപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞു, 100 രൂപ സമ്പാദിക്കാൻ വേണ്ട എന്താ ഒരു മാനസിക സ്ട്രെങ്തിനെക്കാട്ടിലും കൂടുതൽ വേണം അതിനെ നിരാകരിക്കാൻ. 100 രൂപ ഒരാൾ തരുമ്പോ, ഇത്തിരി കഷ്ടപ്പാടിരിക്കുന്ന സമയമാണ്, 100 രൂപ ഒരാൾ തരുമ്പോ അതിനെ സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരാൾ 100 രൂപ വെച്ച് നീട്ടുമ്പോൾ നമ്മൾ അത്രയും പൈസയ്ക്ക് ആവശ്യക്കാരായി ഇരിക്കുമ്പോൾ, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിരാകരിക്കാൻ എളുപ്പമാണോ? ചെറിയൊരു ഉദാഹരണമാണ്. ആവശ്യ സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു, ആ സമയത്ത് 100 രൂപ ഒരാൾ തരുമ്പോൾ സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ
അത് നമ്മുടെ മുമ്പിൽ വന്ന് ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞ് കൈ നീട്ടി മുന്നോട്ട് തരുമ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരാകരിക്കാൻ എളുപ്പമല്ലല്ലോ. എളുപ്പമാണോ? അല്ല. കാരണം കഷ്ടപ്പാടാണ്, പട്ടിണിയാണ്. 1 രൂപയെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വേറൊരാൾ തരുന്നത് എനിക്ക് വേണ്ട എന്ന് നിരാകരിക്കാൻ എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാ. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സത്യം എന്ന് വിചാരിച്ചിരിക്കുന്ന ജാഗ്രത് പ്രപഞ്ചത്തിനെ നിരാകരിക്കാൻ, മിഥ്യ എന്ന് പറയാൻ എളുപ്പമല്ല. അപ്പോ ലോകം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മിഥ്യ എന്ന് പറയാ? നിങ്ങൾ പറയണൊക്കെ ശരിയാ, ലോകം എങ്ങനെയൊക്കെയാണ്, മിഥ്യ എന്ന് എങ്ങനെ പറയും? ഒരിക്കലും പറയാം. ഇത് അനുഭവമല്ലേ സത്യം? ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയും. യഥാ സ്വപ്നഃ എന്നിവിടെ പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സ്വപ്നത്തിലെ വസ്തുക്കളെ പോലെ, അടിവരയിട്ട് ഓർക്കണം, സ്വപ്നത്തിലെ വസ്തുക്കളെ പോലെ അസത് രൂപ. സ്വപ്നം കാണുന്നു അല്ലെ? സ്വപ്നത്തെ കുറിച്ച് ശരിക്കും നമ്മൾ ചിന്തിക്കണം. ഒരുപാട് ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ജാഗ്രതയെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ സ്വപ്നത്തെ കുറിച്ചും ചിന്തിക്കണം. ഇനിയൊക്കെ വരുന്നുണ്ട് ഒരുപാട്. സ്വപ്നത്തില് എന്താ സംഭവിക്കുന്നത്? സ്വപ്നത്തിൽ നമ്മുടെ സ്ഥൂല ശരീരം കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുക, അതിൽ ഇടപെടുന്നേ ഇല്ല. ഈ സ്ഥൂല ശരീരം അവിടെ ഇടപെടുന്നതേ ഇല്ല. സൂക്ഷ്മ ശരീരമാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഇത് തന്നെ മരണശേഷത്തിന്റെ കാര്യത്തിലേക്കും ബന്ധിപ്പിച്ച് ചിന്തിക്കണം. സൂക്ഷ്മ ശരീരമാണ് സകലതും ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരം, അപ്പോ ആ സൂക്ഷ്മ ശരീരം അവിടെ ഒരു സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, ഒന്നും പറ്റില്ല, പക്ഷെ ഉണ്ട് ഇല്ലേ? നമുക്കൊരു സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു സ്ഥൂല ശരീരത്തിലാണല്ലോ നമ്മൾ സഞ്ചരിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം. ആന നിൽക്കാൻ വരുന്നു, പുലി പിടിക്കാൻ വരുന്നു, പിന്നെ അല്ലെങ്കിൽ നല്ല പൂന്തോട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നല്ല സദ്യ പോയി ഉണ്ണുന്നു, കഴിക്കുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു, കഴിക്കുന്നു, വിശപ്പ് മാറുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് സ്വപ്നത്തില്. സ്വപ്നത്തിൽ ഭയങ്കരമായിട്ട് വിശക്കുന്ന ഒരാളുണ്ട്, അതേപോലെ ഭയങ്കരമായിട്ട് ഊണ് കഴിച്ച് സുഖമായിട്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ട്. സ്വപ്നത്തിൽ തന്നെ വീണ്ടും ഒരു ഉറക്കമൊക്കെ പാസ്സാക്കുന്നവരുണ്ട്, ആ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരുണ്ട്. ഇങ്ങനെ അതിനെ നമുക്ക് എത്ര വിവരിക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയെ ഒട്ടും വിവരിക്കാനൊന്നും പറ്റില്ല എല്ലാം. പക്ഷെ അതേസമയം നമുക്ക് അനുഭവമാണ്. സ്വപ്നത്തില് എല്ലാം നമുക്ക് അനുഭവമാണ്, ധാരാളം കാര്യങ്ങൾ. ജാഗ്രത് പ്രപഞ്ചത്തെ ആചാര്യസ്വാമികൾ നമ്മുടെ സ്വപ്നത്തെ പോലെ എന്നാണ് പറയുന്നത്. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമല്ലല്ലോ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? അവിടെ കണ്ടതൊന്നും ഇപ്പോ യാഥാർത്ഥ്യമല്ല. എന്തെല്ലാം കാര്യങ്ങൾ കാണും, ആ സമയത്ത് അതെല്ലാം യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് എല്ലാം ഓക്കെയാണ്. അതുകൊണ്ടാണല്ലോ കരയുന്നതും നിലവിളിക്കുന്നതും കട്ടലേന്ന് ഉരുണ്ട് താഴെ വീഴുന്നതും എല്ലാം സംഭവിക്കുന്നുണ്ട്. അതെല്ലാം സത്യം. ആ സമയത്ത് അതൊക്കെ സത്യമാണ്. ആ അനുഭവമാണ്. സ്വപ്നത്തിൽ അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം സത്യമാണെന്നാണല്ലോ അവിടെ പറയുന്നത്, അവിടെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ അത് സത്യമാണോ? സത്യമല്ല. ഒരു 100 കോടിയുടെ ബമ്പർ ലോട്ടറി അടിച്ചു സ്വപ്നത്തില്, ഇഷ്ടം പോലെ പൈസയായി, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി, പാസ്ബുക്ക് തന്നു, ബാങ്കിൽ നിന്ന് എല്ലാം കൊണ്ട് സുഖം, ഓക്കെ. കണ്ണ് പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞപ്പോ അന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കൈ കാശില്ല. അപ്പൊ ഏതാ സത്യം? എങ്ങനെ സത്യമാവും? അപ്പോ സ്വപ്നം സത്യമല്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ എന്നാ പറഞ്ഞ, അതുപോലെ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ സ്വപ്നം എതുപോലെ മിഥ്യയായോ, അതുപോലെ നമ്മള് ജ്ഞാനം വരുമ്പോൾ ഈ ജാഗ്രത് പ്രപഞ്ചം മിഥ്യയാവും. സ്വപ്നം ജാഗ്രത്തിൽ മിഥ്യയായ പോലെ ജ്ഞാനം വരണം. മരിക്കൊന്നും വേണ്ട, മരിച്ചിട്ടോ അല്ല അത് തോന്നുന്നത്, മരിച്ചിട്ടോ വേറൊരു തരത്തിലോ ഒന്നുമല്ല, വെറും അറിവ് മാത്രമാണ്. അതാണ് എൻ്റെ ഏറ്റവും നമ്മുടെ ഹിന്ദു എന്താ പറയാ, നമ്മുടെ സംസ്കാരത്തിൽ കൂടെ നമ്മുടെ ഈ വേദാന്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാ? ഇവിടെ ഒന്നും ചെയ്യാനില്ല, പുറത്തുനിന്നൊന്നും കൊണ്ടുവരാനുമില്ല, ഒന്നും ആർക്കും കൊടുക്കാനുമില്ല. നമ്മളിലെല്ലാം ഉണ്ട്, നമ്മൾ അറിയാതിരിക്കുന്നു എന്നൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ ഇവിടെ. നമ്മൾ സ്വയം അറിയുന്നില്ല എന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ മോക്ഷത്തിന്. അത് അറിയണം എന്നുള്ളത്. അതാണ് എപ്പോഴും പറയുന്നത്, ഞാൻ ആര് എന്ന് അറിഞ്ഞാൽ ഈ സംഗതി മുഴുവൻ തീർന്നു. അപ്പൊ കറക്റ്റ് സ്വപ്നം എല്ലാ പരിപാടിയും മനസ്സിലാവും. മാത്രമല്ല അത് വീണ്ടും വീണ്ടും വിചാരം ചെയ്താൽ അറിയാം, ഒന്നും ശാശ്വതമല്ലല്ലോ. സ്വപ്നത്തിലേത് ഉണർന്നു കഴിഞ്ഞപ്പോ എല്ലാം പോയി. ഇവിടെ അതുപോലെ നമുക്ക് ചെറുതായിട്ട് പരീക്ഷിച്ചറിയാൻ പറ്റും. എന്താ വെച്ചാൽ
ഓരോ മാറ്റങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. ആ മാറ്റം ഒന്നും ശാശ്വതമല്ല. പിന്നെ മാറുക. എല്ലാം മാറിക്കൊണ്ടിരിക്കുക. എല്ലാം മാറും. ആരാ എവിടെയെങ്ങാണ്ട് പറഞ്ഞു കേട്ടു, 7 ദിവസം കൊണ്ട് ഒരു കോശം മാറി വേറെ കോശമായി. 7 ദിവസം കൊണ്ട് ശരീരത്തിൽ എല്ലാ കോശങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നവരോ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത്. ഇങ്ങനെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുഞ്ഞിലെയുള്ള ശരീരമല്ലല്ലോ ഇപ്പോ. 40-ആം വയസ്സിലെ ശരീരമല്ല ഇപ്പോ, 50-ആം വയസ്സിലെ ശരീരമല്ല ഇപ്പോ, 60-ആം വയസ്സിലല്ലേ. ഇങ്ങനെ എല്ലാം മാറ്റമാണ്, ഫുൾ മാറ്റമാണ്. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നത് സത്യമാണെന്ന് പറയുന്നു. അതെങ്ങനെ സത്യമാകും? സത്യമായിട്ടുള്ളത് മാറാൻ പാടില്ലല്ലോ. മാറ്റമില്ലാത്തതല്ലേ സത്യം. അപ്പൊ അങ്ങനെ അവിടെ നോക്കുമ്പോ തന്നെ നമുക്കറിയാം, ഇങ്ങനെ അനലൈസ് ചെയ്ത് വരുമ്പോ. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്, എങ്ങനെ സ്വപ്നം മിഥ്യയാണോ, സ്വപ്നത്തിലെ അനുഭവം, സ്വപ്നത്തിലെ അനുഭവം മിഥ്യയാണോ, അതുപോലെ ജാഗ്രത് പ്രപഞ്ചത്തില് നമ്മൾ ജാഗ്രതായിട്ടിരിക്കുമ്പോൾ നമുക്ക് അനുഭവം ഉള്ളത്, ആ അനുഭവവും ജ്ഞാനം വരുമ്പോൾ മിഥ്യയായിരിക്കും. ഒരു സംശയമുണ്ട്. ആ ജ്ഞാനം വരണം. ആ ജ്ഞാനം വരാനാണ് നമ്മൾ ഈ പാടുപെടുന്നത്. യഥാ സ്വപ്നത്തിലെ വസ്തുക്കളെ പോലെ ജാഗ്രത് പ്രപഞ്ചത്തെ ആചാര്യസ്വാമികൾ നമ്മുടെ സ്വപ്നം പോലെ എന്ന് പറഞ്ഞു. സ്വപ്നം എങ്ങനെ എന്ന് പറയുന്നത്, സ്വപ്നത്തില് ഒരു വസ്തുവിനെ നാം അനുഭവിക്കുന്നുണ്ട്. സ്വപ്നത്തിലെ എല്ലാ വസ്തുക്കൾക്കും അനുഭവം, നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ സ്വപ്നത്തിലുണ്ടോ നോക്കണം, അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അനുഭവവേദ്യമായിരിക്കണം, പിന്നെന്താണ്, അതായത് പിന്നെ ഒരു യൂട്ടിലിറ്റി, ഒരു പ്രയോജനം ഉണ്ടായിരിക്കണം. അതുണ്ടോ സ്വപ്നത്തില്? നമുക്ക് നോക്കാം. അപ്പോ സ്വപ്നത്തില് നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ, ഓരോ വസ്തു അനുഭവിക്കുന്നുണ്ട്. സങ്കടം വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, വിശപ്പ് മാറുന്നുണ്ട്, ദാഹം മാറുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഓട്ടിക്കതച്ച് വന്ന് എവിടെയെങ്കിലും ഉള്ള വെള്ളം കിട്ടുമെന്ന് വിചാരിക്കും. സ്വപ്നത്തിൽ തന്നെ ആ സ്വപ്നത്തിൽ തന്നെ വേറെ ആരെങ്കിലും നല്ല കൂൾ ഡ്രിങ്ക്സ് കൊടുക്കും, അല്ലെങ്കിൽ കരിക്ക് കൊടുക്കും, കുടിച്ചു, ദാഹം മാറി, ഓക്കെ. രണ്ടാമത് അയ്യോ വേണ്ട മതി എന്ന് പറയും. ഇതൊക്കെ നടക്കും സ്വപ്നത്തില്. അപ്പോ അവിടെ വസ്തുക്കൾ അനുഭവിക്കുന്നു, യൂട്ടിലിറ്റിയും ഉണ്ട്, രണ്ടും ഉണ്ട്. ഒരു വസ്തുവിനെ അനുഭവിക്കുന്നതിന് തന്നെ യൂട്ടിലിറ്റിയും ഉണ്ട്, വസ്തുവും ഉണ്ട്. ജാഗ്രത്തിലെ പോലെ തന്നെ നാം സ്വപ്നത്തിലും വസ്തുക്കളെ അനുഭവിക്കുന്നു. സത്യമല്ലേ? ആണ്. അപ്പൊ സ്വപ്നത്തിലും അനുഭവിക്കപ്പെടുന്ന വസ്തു, അതിനാൽ ആ വസ്തുവിനാൽ പ്രയോജനവും അവിടെ ഉണ്ട്. സ്വപ്നത്തിലെ ദാഹവും വെള്ളം കിട്ടി കുടിക്കുമ്പോൾ മാറുന്നുണ്ട്. സ്വപ്നത്തിൽ തന്നെ സ്വപ്നത്തിലെ ദാഹം സ്വപ്നത്തിൽ കിട്ടിയ വെള്ളം കൊണ്ടാണ് മാറുന്നത്. ജാഗ്രതയിലെ വെള്ളം കൊണ്ടല്ല സ്വപ്നത്തിലെ ദാഹം മാറുന്നത്. സ്വപ്നത്തിലെ ദാഹം മാറുന്നത് സ്വപ്നത്തിൽ കിട്ടിയ വെള്ളം കൊണ്ടാണ്. 4 വീട്ടുകാർ പല സ്ഥലങ്ങളിൽ സ്വപ്നത്തിൽ ഇങ്ങനെ ദാഹിച്ചു നിന്നു. 3-4 സ്ഥലത്ത് ചോദിച്ചു, എവിടെയും കിട്ടിയില്ല. 5-ാമത്തെ വീട്ടിൽ വെള്ളം കിട്ടി, ദാഹവും മാറി. അപ്പോഴാണ് പെട്ടെന്ന് കണ്ണു തുറന്നത്. ഇവിടെ സ്വപ്നത്തിലെ ദാഹമല്ലേ മാറിയുള്ളൂ, ജാഗ്രത്തിലെ ദാഹം മാറിയിട്ടില്ല. നല്ല ദാഹമുണ്ട് ജാഗ്രത്തില്. അവിടെ വെള്ളം കുടിച്ചു, 3-4 വീടുകളിൽ ചെന്നു, ചോദിച്ചു, കിട്ടിയില്ല. ഒരു വീട്ടിൽ വെള്ളം കിട്ടി, സ്വപ്നത്തിലെ ആ വീട്ടിൽ സ്വപ്നത്തിലെ വെള്ളം കിട്ടി, സ്വപ്നത്തിൽ കുടിച്ചു, സ്വപ്നത്തിലെ ദാഹം മാറി. അതേസമയം ഇവിടെ ഉറങ്ങാൻ കിടന്നപ്പോ കാര്യമായിട്ട് വെള്ളമൊന്നും കുടിച്ചില്ല, നല്ല ദാഹമുണ്ട് കണ്ണു തുറന്നപ്പോ. അപ്പൊ എന്തേ അവിടുത്തെ ദാഹം മാറിയത് കൊണ്ട് എന്തേ ഇവിടെ ദാഹം മാറാത്ത? സ്വപ്നത്തിൽ ദാഹം മാറിയല്ലോ, വെള്ളം കിട്ടി, കുടിച്ചു, സുഖമായി, മതി എന്ന് പറഞ്ഞു. ഉണർന്നപ്പോ ഭയങ്കര ദാഹം. അപ്പൊ രണ്ടും കൂടെ എങ്ങനെയാ വരുന്നേ? ഇതൊക്കെ നമ്മൾ സാധാരണ നിലയ്ക്ക് ചിന്തിക്കില്ലല്ലോ. ഒരു ആധ്യാത്മിക പഠനത്തിലായതുകൊണ്ടല്ലേ ഇതൊക്കെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. എന്തോ മഹാഭാഗ്യം കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു തൃഷ്ണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായത് ഈശ്വരാനുഗ്രഹം കൊണ്ട്. അപ്പോ അങ്ങനെ ജാഗ്രതത്തിലെ ദാഹം മാറിയില്ലല്ലോ, അപ്പോൾ പ്രയോജനം എന്നത് ശരിയോ എന്നൊരു ചോദ്യം. അപ്പൊ അതിന് അടുത്ത ശ്ലോകം വരുന്നുണ്ട്. സ്വപ്നത്തിലെ ദാഹമല്ല, അവിടെ അതേ മാറിയുള്ളൂ. ജാഗ്രതത്തിലെ ദാഹം മാറിയില്ലല്ലോ, അപ്പോൾ ഈ പ്രയോജനം എന്നത് ശരിയോ എന്നൊരു ചോദ്യം. നമുക്ക് തോന്നിയില്ല ചോദിക്കാൻ. പക്ഷെ ആചാര്യസ്വാമി പറയാണ്, അങ്ങനെ ചോദിക്കും ആൾക്കാര്. പ്രയോജനം എന്നതിന് ജാഗ്രതത്തിൽ ഉണ്ടായില്ലല്ലോ, സ്വപ്നത്തില് അല്ലേ മാറിയുള്ളൂ എന്ന് പറയുന്ന ചോദ്യത്തിന് അടുത്ത ശ്ലോകം അതിനുള്ള മറുപടി തരുന്നതാണ് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകം. സ്വപ്നത്തില് പ്രയോജനവും മറ്റും നാം ജാഗ്രതയിൽ വരുമ്പോൾ വെറും തോന്നലാണ്, മിഥ്യയാണ് എന്ന് നമുക്ക് മനസ്സിലായി. സ്വപ്നത്തിലെ വസ്തു 2 നിബന്ധനകൾക്ക് വിധേയമാണെങ്കിലും നാം അവയെ മിഥ്യ എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാ പറയാൻ പറ്റുന്നേ? അതാണ് ഉത്തരക്ഷണബാധത എന്നുള്ളത്. അവിടുത്തെ ആ ശ്ലോകത്തിൽ, ആദ്യത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്ലോകത്തിൽ വരുന്ന ഉത്തരക്ഷണബാധത. അസദ്രൂപോ യഥാ സ്വപ്ന ഉത്തരക്ഷണബാധത.
അതായത് എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? മിഥ്യ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അടുത്ത ക്ഷണത്തിൽ അത് മാറ്റപ്പെടുന്നത് കൊണ്ട്. അതാണ് ഉത്തരക്ഷണ ബാധത. ബാധത എന്ന് പറഞ്ഞാൽ നീക്കപ്പെടുന്നതിനാൽ, റിജക്റ്റ് ആകുന്നതിനാൽ, നീക്കപ്പെടുന്നതിനാൽ. എപ്പോൾ? ഉത്തരക്ഷണ, അടുത്ത ക്ഷണത്തിൽ. അടുത്ത ക്ഷണം ഏതാണ്? വെൻ വി വേക്ക് അപ്പ്, അല്ലെ? ആ ഉണർന്നു കഴിയുമ്പോൾ, പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഉടനടി എന്തായി? ആ കാര്യങ്ങളെല്ലാം റിജക്റ്റായി, എല്ലാം പോയി. അപ്പൊ എന്താണ്? മിഥ്യയാണ്. അല്ലെങ്കിൽ അവിടെ മാറ്റപ്പെടാൻ പാടില്ലല്ലോ. ഇത് മിഥ്യയാണെന്നുള്ളതിന് ഉറപ്പാണ്. കാരണം ഉത്തരക്ഷണബാധത. ഈ ശ്ലോകം നല്ല കാര്യമായിട്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു ശ്ലോകമാണ്. എന്ത് പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും ഉടനെ ഈ ശ്ലോകം നമ്മളെ നന്നായിട്ട് സഹായിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. ആ ചിന്തകളിൽ നിന്ന് പെട്ടെന്ന് വീണ്ടും സംസാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്ത് മുഴുകുന്നതിൽ നിന്നൊക്കെ നമ്മളെ കരപിടിച്ച് മുന്നോട്ട്, കൈ പിടിച്ച് മുന്നോട്ട് നയിക്കാൻ ഈ ശ്ലോകം വളരെയധികം സഹായിക്കും. ഉത്തരക്ഷണബാധത. ഒരു വസ്തു അനുഭവിക്കപ്പെട്ടാലും അത് പ്രയോജനം തന്നാലും വേറെ ഒരു ക്ഷണത്തിൽ നീക്കപ്പെട്ടാൽ, റിജക്റ്റ് ആയാൽ, ഇല്ലാതെയായാൽ അതിന്റെ പേരാണ് മിഥ്യ. എന്താണ് മിഥ്യ? ഒരു വസ്തു അനുഭവിക്കപ്പെട്ടാലും പ്രയോജനം തന്നാലും അടുത്ത ക്ഷണത്തിൽ നീക്കപ്പെട്ടാൽ, റിജക്റ്റ് ആയാൽ അതിന്റെ പേര് മിഥ്യ. അടുത്ത ക്ഷണം അതില്ലാതാകും, അതിനാൽ അത് മിഥ്യയാണ്. സ്വപ്നത്തെ പോലെ ആണ് അത് സംഭവിക്കുന്നത്. സ്വപ്നത്തെ മിഥ്യ എന്ന് പറയുന്നു. ഉണ്ടെന്ന് ഉടനെ സ്വപ്നത്തിലെ ഒന്നും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല, അല്ലേ? സ്വപ്നത്തിലെല്ലാം ഉണ്ട്. എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ നമുക്ക് സ്വപ്നത്തിലെ? ഒരു സാധനവും നമുക്ക് സ്വപ്നത്തിലെ സാധനങ്ങൾ പ്രയോജനപ്പെടുന്നില്ല. സ്വപ്നത്തിലെ എല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ് സ്വപ്നത്തിലെ എല്ലാം? അന്യതാസിദ്ധ ആണ് സ്വപ്നത്തിലെ സകലതും. ഒന്നുകൊണ്ട് ഒരു പ്രയോജനവും. സ്വപ്നത്തിലെ എല്ലാം അന്യതാസിദ്ധ. അപ്പൊ അന്യതാസിദ്ധയുടെ വാക്കിന്റെ അത് നമ്മൾ അറിഞ്ഞത് എത്ര മഹത്തായ ഒരു കാര്യമാണ്. അന്യതാസിദ്ധ, അത് ആകാൻ സാധിക്കുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുക. അപ്പൊ സ്വപ്നത്തിലെ എല്ലാം എന്താണ്? അന്യതാസിദ്ധയാണ്. അതുപോലെ തന്നെ ഈ ജന്മത്തിൽ ഈ നമ്മളിപ്പോ കണ്ടിരിക്കുന്ന ജാഗ്രത പ്രപഞ്ചത്തിലെ കാര്യവും. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ഞാൻ എന്ന ആ ബേസിക് ആയിട്ടുള്ള അസ്തിത്വത്തിലേക്ക് നമ്മൾ വരും. ഇതെല്ലാം ഞാനാണ്. ഈ കാണുന്നതെല്ലാം അന്യസിദ്ധ, അന്യതാസിദ്ധ. അതൊന്നും എന്നെ ബാധിക്കില്ല. ഞാനിതൊന്നും ബാധിക്കുന്ന ആളല്ല. അതുപോലെ ജാഗ്രത്തിലെ അനുഭവവും പ്രയോജനവും നീക്കപ്പെടുന്നതിനാൽ, എപ്പോൾ? ജ്ഞാനം വരുമ്പോൾ നീക്കപ്പെടുന്നതിനാൽ അത് മിഥ്യയാണ്. ഇതാണ് അണ്ടർലൈൻ ചെയ്തിട്ട് മനസ്സിലാക്കേണ്ടത്. എപ്പോഴാണ്? ഇപ്പൊ നമ്മളോട് പലരും ഇല്ലേ, നമുക്ക് തന്നെ സ്വയം ഒരു തർക്കം ഉള്ളിലുണ്ടാകാം. കാണുന്നതും അനുഭവിക്കുന്നതും പ്രയോജനം തരുന്നതുമായ കാര്യങ്ങൾ എങ്ങനെ മിഥ്യയാവും? സ്വപ്നത്തിലേത് ഉണരുമ്പോ മിഥ്യയായി. ഇതെങ്ങനെ? അപ്പോ ഇതെന്താ സംഭവിക്കുന്നത്? മരിച്ച പിന്നെ എങ്ങനെ? അങ്ങനെയൊന്നും അല്ല. ഇതെപ്പോഴാ മിഥ്യയാവുക? സത്യമറിയുമ്പോ. സത്യമറിയൽ എന്താണ്? ജ്ഞാനം വരല്. ജ്ഞാനം എന്താണ്? ഞാൻ ഈ ദേഹമല്ല, ഈ ശരീരമല്ല, ഈ സ്ഥൂല സൂക്ഷ്മ ശരീരമല്ല, ഞാൻ ആത്മാ എന്ന ബോധം. ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബോധമാണ് ഞാൻ. കുഞ്ഞിലെ ഞാൻ എന്ന് പറഞ്ഞു, കൗമാരത്തിലും ഞാൻ എന്ന് പറഞ്ഞു, വയസ്സായപ്പോഴും ഞാൻ എന്ന് പറയുന്നു. എപ്പോഴും ഞാൻ 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 ഞാൻ. ഈ ഞാൻ ഈ ശരീരമല്ല എന്ന് ഉറക്കാനാണ് ഇതൊക്കെ പറഞ്ഞു വന്നേ. ഇനി നമ്മുടെ ശരീരത്തെ വിട്ട് പ്രപഞ്ചത്തിലേക്ക് കടന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് അത് മിഥ്യയാണ്. അപ്പൊ ഞാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. ആ ഞാൻ മാത്രമാണ് സത്യം എന്ന് വരുമ്പോൾ ഈ പ്രപഞ്ചം മിഥ്യ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഉത്തരക്ഷണമാണ് ആ ജ്ഞാനം. അത് എപ്പ വേണമെങ്കിൽ ഈ ജ്ഞാനം ഉണ്ടാകാം. അതിന് ഇന്ന സമയം എന്നൊന്നുമില്ല. എപ്പോഴാണോ ആ മഹാഭാഗ്യം ലഭിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ക്ഷണം മതി, പെട്ടെന്ന് തന്നെ എന്തുണ്ടാവും? ഇതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാവും. സ്വപ്നത്തിൽ നിന്ന് എപ്പോഴാ ഉണരെന്ന് പറയാൻ പറ്റില്ലല്ലോ. എപ്പോഴോ ടക്കെന്ന് ഉണർന്നു, ഉടനെ എല്ലാം മിഥ്യയായി. അതുപോലെ ഈ ജാഗ്രത് അവസ്ഥയില് നമ്മൾ എല്ലാം സത്യം, അനുഭവം, പ്രയോജനം കൊണ്ട് സത്യം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് എപ്പോഴോ പെട്ടെന്ന് ഒരു ജ്ഞാനം ലഭിക്കുന്നു. ആ ജ്ഞാനം എന്ന പ്രകാശം ലഭിക്കുമ്പോൾ ഇതെല്ലാം മിഥ്യയായി മാറും. ഒരു സംശയവും വേണ്ട. ഇത് പറയുന്നത് വേദമാണ്, വേദാന്തമാണ്. ഈ പ്രമാണത്തിൽ 100% വിശ്വാസം വേണം. നേരത്തെ പറഞ്ഞു അത് പ്രമാണത്തിൽ എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. പ്രമാണ വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, പൂർണ്ണ സംതൃപ്തിയിലേക്ക് എത്താൻ പറ്റുള്ളൂ, ജ്ഞാനിയാകാൻ പറ്റുള്ളൂ.
ഇപ്പൊ ജ്ഞാനിയാകാൻ ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതിലേക്ക് എത്തണ്ടേ? ഇത്രയേ ഉള്ളൂ കാര്യം. കാര്യം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിച്ചോളുക. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക. അതാണ് ഈ പറഞ്ഞ അവസ്ഥ. ആനന്ദം എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇതിനൊന്നും ബാധിക്കാതിരിക്കുക, ഒന്നും ബാധിക്കാതിരിക്കുക. ആനന്ദമാണ്. എന്തെങ്കിലും ബാധിച്ചാലല്ലേ പ്രശ്നം വരുള്ളൂ. ഒന്നും ബാധിക്കാതിരിക്കുക. അപ്പൊ അവിടെ പ്രശംസയൊന്നും വരരുത്. പ്രശംസയിൽ കിട്ടുന്നത് ആനന്ദമല്ല, അത് വേറെ തരം സംഭവമാണ്. അതൊന്നും പാടില്ല, ഒന്നും കിട്ടാൻ പാടില്ല, ഒരു സാധനവും കയറാൻ പാടില്ല. നമ്മളായിട്ട് അങ്ങോട്ട് ഇരിക്കുക. എന്നെ ആരും അഭിനന്ദിക്കാൻ വേണ്ട, എന്നെ ആരും റിജക്ട് ചെയ്യാനും പോകുന്നില്ല. ഞാൻ തന്നെ. ആർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ തന്നെ. സ്വപ്നത്തിലേക്ക് വരുമ്പോ സ്വപ്നത്തിലേത് മുഴുവൻ ഉണരുമ്പോൾ നഷ്ടമാകും. എന്നാൽ ജാഗ്രത്തിൽ അനുഭവവും പ്രയോജനവും ഉള്ളത് എങ്ങനെ നഷ്ടമാകും? അടുത്ത ചോദ്യം ഭയങ്കര ചോദ്യമല്ലേ? അതാണ് ചോദ്യം. സ്വപ്നത്തിലേത് ജാഗ്രതായിട്ട് വരുമ്പോ ഉണരുമ്പോ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അതേസമയം ഇതും മനസ്സിലാകുന്നില്ല. കാരണം സ്വപ്നത്തിലേത് മനസ്സിലാവുന്നുണ്ടല്ലോ ഉണർന്നു കഴിഞ്ഞപ്പോ. ഇവിടത്തെ മനസ്സിലാവുന്നുണ്ടോ? ജാഗ്രതയിൽ ഇപ്പൊ ഇതെല്ലാം അനുഭവിച്ച് കണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് മിഥ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ ഇപ്പൊ പറ്റുമോ? അപ്പോ അടുത്ത ശ്ലോകത്തില് ഉത്തരക്ഷണബാധത, ഉണർന്ന ഉടനെ എന്നുള്ളതിനെ ആചാര്യസ്വാമികൾ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. സ്വപ്നാവസ്ഥയില് ജാഗ്രതയിലെ ഒന്നും പ്രയോജനപ്പെടുന്നില്ല. അതിനാൽ ജാഗ്രതയിലെ ശോകവും മിഥ്യ. ജാഗ്രതയിലെ ഒന്നും ജ്ഞാനം വരുമ്പോ അറിയുന്നില്ല. അതുകൊണ്ട് ജാഗ്രതയിലെ ശോകവും എല്ലാം മിഥ്യയായിരിക്കും. ലോകവും മിഥ്യയായിരിക്കും. ശോകവും ദുഃഖവും സങ്കടവും എല്ലാം. ജാഗ്രതയിലെ ലോകം മിഥ്യയാവും. സ്വപ്നത്തിലെ ലോകം അല്ലെ, സ്വപ്നത്തിൽ വേറെ ലോകമല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ആഗ്രഹം അത് മുഴുവൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് വേറെ ലോകത്ത് ജീവിക്കും. ആ ലോകം മിഥ്യയായല്ലോ ഉണർന്നപ്പോ. അതുപോലൊരു ഉണരൽ, ആ ഉണരലിലാണ് ഈ ജാഗ്രത് പ്രപഞ്ചം മിഥ്യ എന്ന് നമുക്ക് മനസ്സിലാവുക. ആ ഉണരൽ ആണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വേക്കപ്പാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരക്ഷണമാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ അപരോക്ഷാനുഭൂതി പഠിക്കുന്നത്. അതിനുവേണ്ടിയാണ് തത്വബോധം പഠിച്ചത്. അതിനുവേണ്ടിയാണ് വിവേക ചൂടാമണി പഠിച്ചത്. അതിനുവേണ്ടിയാണ് ഉപനിഷത്തുക്കളെല്ലാം. വേദാന്തം അതിനു വേണ്ടിയിട്ടാണ്. കർമ്മകാണ്ഡത്തിൽ കൂടി പോയി ഇതൊന്നും നടക്കത്തില്ല. അവിടെ മുഴുവൻ ഈ അനുഭവങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുഖാനുഭവങ്ങൾക്കുള്ള പരിപാടികളാണ് അവിടെ കർമ്മകാണ്ഡം മുഴുവൻ ചെയ്യുന്നത്. അമ്പലത്തിൽ പോകുന്നു, വഴിപാട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം. അതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ മനസ്സിലൊരു സുഖം. അങ്ങനെ പല പല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാരബ്ധം വരുന്നു. ആഗാമി കർമ്മങ്ങൾ പുതിയതായിട്ട് ചേർത്ത് വെക്കുന്നു. സഞ്ചിത കർമ്മം അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് പ്രാരബ്ധം ചെയ്ത് അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെയും കർമ്മം ചെയ്യുന്നു, ആഗാമിയായി ഉണ്ടാകുന്നു. പിന്നെ സഞ്ചിതം അവിടെ കിടപ്പുണ്ട്. സഞ്ചിതത്തിൽ നിന്നാണല്ലോ ഈ എടുത്തുകൊണ്ട് വരുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ധാരാളം വഴിപാടുകൾ ചെയ്യുന്നു, മറ്റേ പൂജ ചെയ്യുന്നു, മറിച്ച് പൂജ ചെയ്യുന്നു. കുട്ടികൾ ഉണ്ടാവണം, കുട്ടികളുടെ കല്യാണം കഴിയണം, എല്ലാം വലിച്ചു വാരി കൊണ്ടുവരിക. കംപ്ലീറ്റ് സാധനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. രക്ഷപ്പെടാൻ ഉത്തരക്ഷണബാധത. എപ്പോഴാണോ അതുണ്ടാകുന്നത്. അന്യതാസിദ്ധിയായിട്ടിരുന്ന ഈ പരിപാടി നടക്കുമോ? കൊച്ചുങ്ങളുടെ കല്യാണം നടക്കണം, വീട് വെക്കണം, അവിടെ പോണം, ഇവിടെ പോണം, 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ആ കഴുതയെ പോലെ നിന്നാൽ ശരിയാവുമോ? വെറുതെ അല്ല നമ്മളെ കഴുതാന്ന് വിളിക്കലെന്ന് പറയും ഇവിടത്തെ അല്ലേ. അത് ആ പേരും കൂടെ കേൾക്കേണ്ടി വരും, അന്യതാ സിദ്ധ. അപ്പോ അത് എവിടെയാണ് ഉണ്ടാകേണ്ടത്? അത് മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. പുറത്തേക്ക് കാണിക്കരുത്, മനസ്സിലാവണം. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വല്ലോട്ട് പിടിച്ചുകൊണ്ടാക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പിടിച്ചാക്കും. അപ്പൊ അതുകൊണ്ട് അത് ഉള്ളിൽ ഉറയ്ക്കണം. ഉറച്ചാൽ വലിയ താമസമില്ലാതെ നമ്മളിത് പഠിച്ച് മുന്നോട്ട് പോകും തോറും ആചാര്യസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഉത്തരക്ഷണബാധത എന്ന ആ ഏറ്റവും വലിയ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉദിക്കും. ഒരു സംശയവും വേണ്ട. ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു പോയാൽ ഉറയ്ക്കും, ഒരു സംശയവും വേണ്ട. കൂടുതൽ അങ്ങോട്ട് കെട്ടിപ്പണഞ്ഞ് അങ്ങോട്ട് മറിയാതിരുന്നിട്ടാൽ മതി. പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി പോകാതിരിക്കുക. ഇപ്പൊ തന്നെ ഒരു തടയിടുക, പതുക്കെ പിന്മാറുക, പലതിൽ നിന്നും പിന്മാറുക. അത് നല്ല വാക്കുകളല്ലേ 2 കിട്ടിയത്. എന്താണ്? അന്യതാസിദ്ധനാവുക, വ്യവഹാരക്ഷമമല്ലാതിരിക്കുക. ഇങ്ങനെ അത് ചിന്തിച്ച് പോയാൽ വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ സുബ്രഹ്മണ്യ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്
എന്ത് നല്ല പദങ്ങളാണ് രണ്ടെണ്ണം കിട്ടിയത്. വളരെ ശരിയാണ്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മളിങ്ങനെ കേട്ടുപോകുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുപോകുന്നുണ്ട്. പക്ഷെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുകൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആത്മീയ പുരോഗതിക്ക് അത് വളരെ സ്വയം അനാലിസിസ്, സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ? ഞാൻ ഇത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള ഞാനാണോ ഇപ്പോൾ? ഞാൻ സ്വയം ഞാൻ എന്ന് അറിയാൻ തുടങ്ങിയോ എന്ന് അവനവൻ ചിന്തിക്കുക. ഏതായാലും ഭഗവാൻ അതിനനുഗ്രഹിക്കട്ടെ. അടുത്ത ശ്ലോകം നമുക്ക് വളരെ ഉത്തരക്ഷണപാദത എന്നതിനെ വിശദീകരിക്കുന്ന ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഭഗവാൻ നമ്മളെ വീണ്ടും കൈപിടിച്ച് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിറാം. നമസ്കാരം സാർ, താങ്ക് യു സാർ. 55-ാമത്തെ എടുത്തായിരുന്നോ സാർ? 55-ാമത്തെ എടുത്താണല്ലോ. എടുത്തല്ലോ. പിന്നെ എല്ലാം ഇതിലെ ചെറിയ ബുക്ക് വരുത്തിയതിൽ ഇതിപ്പോ സാറ് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ. ഞാൻ ചെറിയ ബുക്ക് റെഫർ ചെയ്യാറില്ല. അതാണ്. നോക്കാം. അല്ല, ഇതിൽ 56-ആയിട്ടാണ് കിടക്കുന്നത് ഇപ്പൊ. അത് വ്യത്യാസം കാണും. ഈ നമ്മളിവിടെ എന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷെ സാർ അത് എടുത്തു. അയമാത്മ ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സർവാത്മകതയാ സ്ഥിത. അത് 55-ാമത്തെയാണ് കിടക്കുന്നത്. അതുണ്ട് സാർ. നമ്പർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സാരല്ല, അത് പല പുസ്തകങ്ങളും പല രീതിയിൽ വരും. ഇത് അവിടുന്ന് വരുത്തിയതാ, ചെറിയൊരു ബുക്ക്. അത് ഞാനേ വേറൊരു ബുക്ക് നിങ്ങൾക്ക് മലയാളത്തിൽ സൗകര്യമായിട്ട് കിട്ടാൻ വേണ്ടി ഈ ബുക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാനത് റെഫർ ചെയ്യാറില്ല. അതിനകത്ത് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. സാറ് പറയുന്നൊന്നുമില്ല. അത്യാവശ്യം ബേസിക് ആണ്. നമുക്കിത് മതി. ആയിക്കോട്ടെ. സായിറാം. ശരി, താങ്ക് യു സാർ. സാർ